അപ്പം നമ്മളൊരു വോട്ട് UDF ചെയ്യുമ്പോൾ ആ വോട്ട് BJPക്കെതിരായിട്ടുള്ള വോട്ടാണ്, പിണറായിക്കെതിരായിട്ടുള്ള വോട്ട് കൂടിയാണ്. കാരണം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ. അതായത് അടുത്ത അസംബ്ലിയുടെ ചുവടുവെപ്പും കൂടിയാണ്. 10 വർഷം നമുക്ക് നഷ്ടപ്പെട്ട ലീഡർ നേടിത്തന്ന മണലൂർ നമുക്ക് അടുത്ത തവണ തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യം കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ. പിന്നെ നമ്മളൊക്കെ വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് BJP 3-ാം സ്ഥാനത്ത് പോകണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചത്. പക്ഷേ ഇടതുപക്ഷത്തിന് നമ്മൾ തോൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. BJP ജയിച്ചാലും കുഴപ്പമില്ല എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ നയമെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള നയമാണ്. BJPയെ 3-ാം സ്ഥാനത്തേക്ക് വിടണമെന്ന് പറയാൻ കാരണം ഇനി 1-ാം സ്ഥാനത്തേക്കുള്ള മോഹം അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനൊറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ കടന്നു വരികയാണ്. അദ്ദേഹത്തെ ഹാർദമായി ഈ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇവിടെ എത്തിയ ഐക്യജനാധിപത്യമുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരെയും UDF ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആരും പുറത്തു നിൽക്കരുത്, എല്ലാവരും ഹാളിനകത്തേക്ക് പ്രവേശിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. യോഗ നടപടികൾ ആരംഭിക്കുകയായി. ആരും പുറത്തു നിൽക്കരുത്, എല്ലാവരും ഹാളിനകത്ത് പ്രവേശിക്കണം. ആദ്യമായി മൗന പ്രാർത്ഥന. സ്വാഗതം പറയുന്നതിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രമുഖനായ നേതാവും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഉപാധ്യക്ഷൻ കൂടിയായ പ്രിയപ്പെട്ട അസ്ഹർ അലി തങ്ങളെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളു. ഏറെ പരിഗണനയായ ഐക്യജനാധിപത്യ മുന്നണിയുടെ മണ്ണൂർ നിയോജകമണ്ഡലം ചെയർമാൻ KK ബാബു, ഇവിടെ സന്നിഹിതനായിട്ടുള്ള നമ്മുടെ ഈ മഹത്തായ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള സുധീരൻ, MP TM പ്രതാപൻ, നമ്മുടെ ഏറെ ആകർഷണബിന്ദുവായിട്ടുള്ള K മുരളീധരൻ, വേദിയിലെ
ചെയർമാൻ, UDF തൃശ്ശൂർ ജില്ലാ ചെയർമാൻ വിൻസെന്റ്, കൺവീനർ ഗിരിജൻ, അതുപോലെ തന്നെ വേദിയിലെ ഒട്ടനവധി വ്യക്തിത്വങ്ങളുണ്ട്. ഇവരെല്ലാവരുടെയും പേരെടുത്ത് പറയുക എന്ന് പറയുന്ന ഞാൻ ബുദ്ധിമുട്ടാണ്. എല്ലാ സഹോദരി സഹോദരങ്ങൾ, ഇന്നിവിടെ നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നമ്മുടെ പ്രിയങ്കരനായ പ്രഗത്ഭനായ കടത്തനാടൻ നാട്ടിലെ വടകരയിൽ നിന്നും 18 അടവും പൂയിക്കടവിലും പഠിച്ച് ഈ തൃശ്ശൂർ പാർലമെന്റ് PM പ്രതാപൻ നിലനിർത്തിയ പോലെ തന്നെ നിലനിർത്താൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും കൂടെ അയച്ചുവിട്ട ഈ നമ്മുടെ മുന്നിലിരിക്കുന്ന പ്രിയങ്കരനായ ലീഡർ ശ്രീ K. കരുണാകരന്റെ പൊന്നോമന പുത്രൻ, നിലപാടുകളുടെ രാജകുമാരൻ K. മുരളീധരൻ. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു കാലത്ത് മാളയുടെ മാണിക്യം K. കരുണാകരൻ എന്ന് പറയുമ്പോൾ തന്നെ മണലൂരിൻ്റെ മാണിക്യം VM സുധീരൻ, അതുപോലെ യുവാക്കളുടെ ഹരമായിരുന്ന KSUക്കാരും യൂത്ത് കോൺഗ്രസുകാരും ധീര വീര VM സുധീര എന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലെ നമ്മുടെ പ്രിയങ്കരനായ VM സുധീരൻ, KPCC പ്രസിഡന്റ്, മുൻ മന്ത്രി, സ്പീക്കർ, MP, MLA എന്ന എല്ലാ നിലകളിലും പ്രവർത്തിച്ചിട്ട് ഈ മണ്ടൂർ നിയോജകമണ്ഡലത്തിലെ മൺതരികളെ പോലും അറിയുന്ന VM സുധീരനാണ് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകമായി പിന്നെ അതുപോലെ പറയാനുള്ളത് നമ്മുടെ MP പ്രതാപനാണ്. ഒരുപാട് മുന്നേ തന്നെ പ്രതാപൻ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ദീർഘവീക്ഷണത്തോടെ ചിട്ടയോടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ പരിചയമുള്ള PM പ്രതാപൻ ഇലക്ഷനൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്ര എന്ന് പറഞ്ഞുകൊണ്ട് വെറുപ്പിനെതിരെ എന്നും പാർലമെന്റിലും നിയമസഭയിൽ അകത്തും പുറത്തും താൻ പിടിച്ച ആ ആദർശത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള PM പ്രതാപൻ MP അവരെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വേദിയിലെ വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ പ്രിയങ്കരനായ മുൻ MLA PA മാധവേട്ടൻ, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ DCCയുടെ പ്രസിഡന്റ് ജോസ് വെള്ളൂർ, നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ തൃശ്ശൂർ ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, കൺവീനർ KR ഗിരിജൻ, DCC സെക്രട്ടറിയുമായ CC ശ്രീകുമാർ, ഷാജി കോടങ്കണ്ടത്ത്, PK രാജൻ, VK അശോകൻ, അതുപോലെ തന്നെ KB ജയറാം, അഡ്വക്കേറ്റ് സുരേഷ് വേണുഗോപാൽ, നൌഷാദ് CM, സോയ ജോസഫ്, മുസ്ലിം ലീഗിൻ്റെ R. അബ്ദുൽ മനാഫ്, യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് സനോഫൽ, PRN നമ്പീശൻ മാസ്റ്റർ, NJ ലിയോ, CV കുര്യാക്കോസ്, സുനിൽ അന്തിക്കാട്, ഒട്ടേറെ പേർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ VM സുധീരൻ അവർ നമ്മളൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഇന്നത്തെ രാഷ്ട്രീയകാല സാഹചര്യത്തെക്കുറിച്ച് സംസ്ഥാനം പ്രസംഗിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരായ നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെയും അതുപോലെ തന്നെ എല്ലാ മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറിമാരെയും സഹോദരന്മാരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ്. പ്രിയങ്കരനായ നമ്മുടെ ഈ കൺവെൻഷൻ ഔപചാരിക ഉദ്ഘാടനം ചെയ്യുന്ന നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട മണലൂരിൻ്റെ സ്വന്തം VM സുധീരൻ അവറുകളെ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ശ്രീ K. മുരളീധരൻ അവറുകളെ, ഈ വേദിയിലിരിക്കുന്ന
UDFിൻ്റെ പ്രിയപ്പെട്ട ചെയർമാൻ MP വിൻസൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ സാൻഡി ജോസ് വള്ളൂർ, മുൻ MLA PA മാധവൻ അടക്കം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒട്ടേറെ നേതാക്കളുണ്ട്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുണ്ട്, KPCCയുടെ സെക്രട്ടറിമാരുണ്ട്. എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരു വട്ടം എല്ലാവരും പേരെടുത്ത് പറഞ്ഞതാണ്. സദസ്സിലേക്ക് തന്നെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ പരിമിതമായ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട VM-ന് ഇവിടെ നിന്ന് 4:30 മണിക്ക് തന്നെ ഇറങ്ങി ട്രെയിൻ പിടിച്ച് ട്രിവാൻഡ്രത്ത് എത്തേണ്ടതുണ്ട്. അത് തന്നെയല്ല, നോമ്പ് ദിനങ്ങളുടെ ആദ്യ ദിവസമാണ് ഇന്ന്. ആദ്യ ദിവസം ആയതുകൊണ്ട് അതിൻ്റെ ഈ ആവശ്യകതകൾ പല സഹോദരന്മാരെയും മുഖത്തുണ്ട്. അതുകൊണ്ട് നമുക്കൊരു 5:30 മണിക്ക് മുന്നായി തന്നെ ഈ കൺവെൻഷൻ അവസാനിപ്പിക്കണം. അതിനുശേഷം പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി ആവിഷ്കരിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും നിർദ്ദേശപ്രകാരം നടത്തുന്ന സമര പരിപാടികളുടെ ഭാഗമായി ഈ കൺവെൻഷൻ കഴിഞ്ഞാൽ നമ്മൾ ജാഥയായി വെങ്കടങ്ങ് സെൻറ്ററിൽ ഒരു പ്രതിഷേധ ജ്വാല അല്ലെങ്കിൽ പ്രതിഷേധ നടത്തുന്നുണ്ട്. അതിലെല്ലാവരും പങ്കാളികളാവണം. എന്നിട്ട് വേണം നമുക്ക് പിരിഞ്ഞ് വീട്ടിൽ പോകാൻ. പ്രിയമുള്ളവരെ, ഞാൻ അതുകൊണ്ടൊരു അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു ചരിത്ര പോരാട്ടത്തിന് ആരംഭം കുറിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷം നമ്മൾ നയിച്ച നമ്മുടെ പ്രിയങ്കരനായ നേതാവ് നമ്മുടെ MP TM പ്രതാപൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഏറെ മുന്നോട്ട് പോയി. അതിനുശേഷം നമ്മുടെ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ഈ തൃശ്ശൂർ പാർലമെൻറ്റ് ആർക്കും വിട്ടുകൊടുക്കില്ല, ഇത് ഞങ്ങൾ നിലനിർത്തും, ആരൊക്കെ എന്ത് വെല്ലുവിളി ഉയർത്തിയാലും ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് K മുരളീധരൻ്റെ പടയോട്ടം തൃശ്ശൂർ പാർലമെൻറ്റിൽ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന് വിശേഷങ്ങളുടെ ആവശ്യമില്ല. എന്തായാലും ദീർഘമായി ഒന്നിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് VM സുധീരനെ ഉദ്ഘാടന പ്രസംഗത്തിന് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. വർഗീയ ഫാസിസത്തിനെതിരായും രാഷ്ട്രീയ ഫാസിസത്തിനെതിരായും പോരാടുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയുടെ കൈകൾക്ക് ശക്തി പകരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തനത്തിന് മുന്നോടിയായി നീണ്ടുപോകുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാവരെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ചതായി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വളരെ ആവേശകരമായ ഈ കൂട്ടായ്മയുടെ അധ്യക്ഷൻ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിട്ടുള്ള KK ബാബു, ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായ വർഗീയവാദികൾക്കും അക്രമകാരികൾക്കും ജനദ്രോഹ ഭരണം നടത്തുന്ന ഫാസിസ്റ്റ് മനോഭാവം ഉള്ളവർക്കും എന്നെന്നും വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള, അവരുടെ നേരെ എന്നെന്നും വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള അവരെ തുറന്നു കാണിക്കാൻ എക്കാലവും ശ്രദ്ധിച്ചു വരുന്ന ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ജ്വലിക്കുന്ന പ്രതീകമായ എൻ്റെ പ്രിയപ്പെട്ട അനുജൻ K മുരളീധരൻ, പാർട്ടിയാണ് എല്ലാം, പാർട്ടി നിർദ്ദേശം എന്തായാലും നേരിയൊരു എതിർപ്പ് പോലുമില്ലാതെ പൂർണ്ണ മനസ്സാലെ അംഗീകരിച്ച് നടപ്പിലാക്കുന്നതിൽ എക്കാലത്തെയും മാതൃകയായിട്ടുള്ള എൻ്റെ കൊച്ചനുജൻ പ്രിയപ്പെട്ട ശ്രീ പ്രതാപൻ, നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ സഹോദരൻ ജോസ്, UDFിൻ്റെ ചെയർമാൻ പ്രിയങ്കരനായ എൻ്റെ അനുജൻ ശ്രീ വിൻസൻ,
മുൻ DCC പ്രസിഡന്റ് പ്രിയപ്പെട്ട മണലൂരിൻ്റെ മുൻ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട PA മാധവൻ, ഇവിടെ ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, എന്നെന്നും ത്രിവർണ്ണ പതാകയേന്തി കോൺഗ്രസിനെ വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ അടിപതറാതെ പ്രവർത്തിച്ചു വരുന്ന ഊർജ്ജസ്വലരായ കോൺഗ്രസ്സാണ് എല്ലാം, UDF ആണ് എല്ലാം എന്ന് മനസ്സിൽ കരുതി പ്രവർത്തിച്ചു വരുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, മണലൂർ നിയോജകമണ്ഡലത്തിൽ ഇന്ന് ചേരുന്ന ഈ കൺവെൻഷനിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു അവകാശമായി കാണുന്ന ആളാണ് ഞാൻ. മണലൂർ വരിക എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരുന്ന അനുഭവമാണ്. മണലൂരിൽ എന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, UDFൻ്റെ പ്രവർത്തകർ എൻ്റെ കുടുംബാംഗങ്ങളെ പോലെയാണ് ഞാൻ കാണുന്നത്. എന്നോട് ബാബു പറഞ്ഞു തുടങ്ങാനൊരു 4 മണിയാകും. ഞാൻ ബാബുവിനോട് പറഞ്ഞത് സാരമില്ല, ഞാനിപ്പം നേരത്തെ വരും. കാരണം പഴയ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ കാണുക എന്നതിൽ പരം മറ്റെന്താണ് സന്തോഷം? എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പഴയ ഒരുപാട് സഹപ്രവർത്തകരെ, ഞാനൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത്, മത്സരിക്കുന്ന കാലത്ത് കോൺഗ്രസിന് വേണ്ടി പാടുപെട്ട് പ്രവർത്തിച്ച, എന്നെ എന്നെന്നും വിജയത്തിലേക്ക് എത്തിച്ച, അതിനുവേണ്ടി പണിപ്പെട്ട പഴയകാല സഹപ്രവർത്തകരെ, അവരുടെ പിൻഗാമികളെ കാണാനും പരിചയം പുതുക്കാനും സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നമ്മളൊക്കെ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഓരോ തിരഞ്ഞെടുപ്പും പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇത്രയും കാലത്തെ, ഇത്രയും നാളത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ഈ വരുന്ന തെരഞ്ഞെടുപ്പ്, പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിപ്രധാനമാണ്, മർമ്മപ്രധാനമാണ്. ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യ ആ നിലയിൽ തുടരണമോ വേണ്ടയോ എന്ന് നിർണയിക്കുന്ന വിധി നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യവും പാരതന്ത്ര്യവും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. അഹിംസയും അക്രമവും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. മതേതരത്വവും വർഗീയതയും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ജനാധിപത്യ മൂല്യങ്ങളും ഫാസിസ്റ്റ് ഭീകരതയും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. സത്യസന്ധതയും ആത്മാർത്ഥതയും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, ജനങ്ങൾക്ക് വേണ്ടി അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച പശ്ചാത്തലമുള്ളവർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, മറുഭാഗത്ത് അഴിമതിയിൽ അധിഷ്ഠിതമായ അധികാരം അഴിമതിക്ക് എന്ന് കരുതി പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. അധികാരം ജനനന്മയ്ക്ക് എന്നതാണ് എക്കാലവും കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യം, UDF ഉയർത്തുന്ന മുദ്രാവാക്യം. പക്ഷെ അധികാരം ജനദ്രോഹത്തിന് എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ശക്തികളുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാം പോരാടുന്നത്. നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായൊരു പശ്ചാത്തലമുണ്ട്. ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഭരണമാറ്റമുണ്ടായത്, അധികാര കൈമാറ്റമുണ്ടായത് രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളിലൂടെയായിരുന്നെങ്കിൽ
ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയത്, നാം നേടിയെടുത്തത് അക്രമരഹിതമായ മാർഗത്തിലൂടെ അഹിംസയിൽ അധിഷ്ഠിതമായ ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ ധന്യമായ നേതൃത്വത്തിന് കീഴിൽ നടത്തിയ ധാർമ്മിക സമരത്തിലൂടെയാണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, സർദാർ വല്ലഭായി പട്ടേൽ എന്നിങ്ങനെയുള്ള ധീരദേശാഭിമാനങ്ങളായിട്ടുള്ള നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിരുന്നു നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം. ദേശീയ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം തന്നെ സാമൂഹ്യ തിന്മകൾക്ക് എതിരായ പോരാട്ടങ്ങളിലും കോൺഗ്രസ് ശ്രദ്ധിച്ചിരുന്നു. ഗ്രാമങ്ങളുടെ സമുദ്ധാരണത്തിന് വേണ്ട കർമ്മ പരിപാടികൾ അക്കാലത്തെ ആരംഭിച്ചിരുന്നു. ഖാദി ഗ്രാമ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നു. സമാനതകളില്ലാത്ത ആ മഹത്തായ സ്വാതന്ത്ര്യ സമരം നടത്തിയ മഹത്തായ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ രാജ്യത്ത് ഭരണം ഏതു വിധത്തിലായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ ചിലരെങ്കിലും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ചിലർ കരുതിയത് ഇന്ത്യയെ നയിക്കാൻ ഇന്ത്യൻ നേതാക്കൾക്കാവില്ല, ഇന്ത്യ ഛിന്ന ഭിന്നമായി പോകും, ഇന്ത്യ തകർന്നടിയും, ബ്രിട്ടീഷ് ഭരണം ഇല്ലാതെ പോയതിൽ ഇന്ത്യക്കാർ പരിതപിക്കുന്ന കാലമുണ്ടാകും. ആ കണക്ക് കൂട്ടലുകളൊക്കെ അതിലംഘിച്ചുകൊണ്ട്, അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്ത്യ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഗാന്ധിയൻ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്ടർ അംബേദ്കർ എന്ന ഭരണഘടനാ ശില്പിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സമിതി തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടന, ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി മുന്നോട്ടു പോകുന്ന ആവേശകരമായ ചിത്രമാണ് ലോകം കണ്ടത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 364 സീറ്റ് കിട്ടി. അന്നത്തെ പ്രതിപക്ഷ കക്ഷിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേവലം 16 സീറ്റ് മാത്രമാണ് കിട്ടിയത്. പക്ഷെ ജനാധിപത്യവാദിയായ ജവഹർലാൽ നെഹ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രതിപക്ഷത്തിന് ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള അവകാശവാദം ഉന്നയിക്കാനുള്ള അംഗബലമില്ലെങ്കിലും അവരെ അംഗീകൃത പ്രതിപക്ഷത്തിൻ്റെ പദവി നൽകി ആദരിച്ചു, അംഗീകരിച്ചു. പാർലമെന്റ് നടക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു ഒരിക്കലും പുറത്തു പോകാറില്ല, വിദേശത്ത് പോകാറില്ല. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള നിയമനിർമ്മാണങ്ങൾ കൃത്യമായ ചർച്ചയിലൂടെ നടപ്പാക്കി. എല്ലാം ജനാധിപത്യപരമായ മാർഗത്തിലൂടെ. അക്കാലത്തെ പാർലമെന്റ് നടപടികൾ വായിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരാവേശമാണ്. ഇടക്കാലത്ത് പാർലമെന്റ് അംഗമായ അവസരത്തിൽ പാർലമെന്റ് ലൈബ്രറിയിൽ ചെന്നിരുന്ന് പഴയകാല പ്രൊസീഡിങ്സ് വായിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരാവേശമാണ് മനസ്സിലുണ്ടാകുക. ഞാൻ ആലോചിക്കുകയായിരുന്നു, ആ പാർലമെന്റ് എവിടെ? ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ കോൺഗ്രസ് ഇതര ഗവൺമെന്റ് മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് 77 വന്നു. അക്കാലത്താണ് ആദ്യമായി പാർലമെന്റിലേക്ക് ഞാൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഒരു കാര്യം എടുത്തു പറയട്ടെ, നെഹ്റുവിയൻ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് അക്കാലത്തും പാർലമെന്റ് കൃത്യമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് എൻ്റെ അനുഭവത്തിലൂടെ പറയാൻ സാധിക്കും. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? പാർലമെന്റിൽ സംസാരിക്കുന്നത് സർക്കാരിനെതിരാണെങ്കിൽ, പ്രധാനമന്ത്രിക്കെതിരാണെങ്കിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ, അധികാര ദുർവിനിയോഗം, അഴിമതി, അദാനിമാർക്ക് മുമ്പിൽ രാജ്യത്തിന്റെ സമ്പൽ വ്യവസ്ഥയെ അടിയറ വയ്ക്കുന്ന ആ രീതി,
അതൊക്കെ ചോദ്യം ചെയ്താൽ, അതിനെതിരെ പ്രസംഗിച്ചാൽ, പ്രസംഗിക്കുന്നവരുടെ ആ വാക്കുകൾ രേഖയിൽ നിന്നും നീക്കം ചെയ്യുന്നത് ഒരു പതിവായി മാറി. മുൻ കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അദാനിക്കെതിരെ, അദാനിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അടിയറ വയ്ക്കുന്ന ആ തെറ്റായ രീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ, ശ്രീ മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയിൽ പ്രസംഗിച്ചപ്പോൾ അതൊക്കെ രേഖയിൽ നിന്നും നീക്കം ചെയ്തു. എന്തിനേറെ, രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്നും അയോഗ്യനാക്കി പുറന്തള്ളി. പിന്നീട് സുപ്രീം കോടതിയുടെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം തിരിച്ചെത്തിയത്. ഈ കഴിഞ്ഞ പാർലമെന്റിന്റെ അവസ്ഥ എന്താണ്? ഒരു ദിവസം പാർലമെന്റിൽ അക്രമമുണ്ടായി. ഏതാനും അക്രമികൾ പാർലമെന്റിനകത്ത് ചാടി വീണ് സ്ഫോടനം നടത്തി. പാർലമെന്റിന് നൽകുന്ന സുരക്ഷയുടെ കാര്യത്തിൽ അതിഗുരുതരമായ വീഴ്ച. ഇന്ത്യൻ പാർലമെന്റ് സുരക്ഷയിൽ പരാജയപ്പെട്ട ഒരു ദിവസം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, നരേന്ദ്രമോദിയും അമിത്ഷായും പാർലമെന്റിന് സുരക്ഷ ഒരുക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട സന്ദർഭം. കോൺഗ്രസ് പറഞ്ഞു അതേക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യണം. കോൺഗ്രസ് പറഞ്ഞു അതേക്കുറിച്ച് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന വേണം, ആഭ്യന്തരമന്ത്രി മറുപടി പറയണം, ചർച്ചയ്ക്ക് അവസരമുണ്ടാക്കണം. ഈ കാര്യം നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ആവശ്യപ്പെട്ട പ്രതിപക്ഷ എംപിമാരെ 141 പേരെ, ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള, ടി എൻ പ്രതാപൻ ഉൾപ്പെടെയുള്ള, രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ള, ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള, സമദാനി ഉൾപ്പെടെ, ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ 140 എംപിമാരെ സസ്പെൻഡ് ചെയ്തു. 141 എംപിമാരെ സസ്പെൻഡ് ചെയ്തു. 141 എംപിമാരെ സസ്പെൻഡ് ചെയ്ത് പ്രതിപക്ഷമില്ലാത്ത പാർലമെന്റിലാണ് സുപ്രധാനമായ നിയമനിർമ്മാണം നടത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അംഗങ്ങളെ നിശ്ചയിക്കുന്ന അതിപ്രധാനമായ ബില്ല് നേരത്തെ പ്രധാനമന്ത്രിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും ചേർന്നാണ് നിശ്ചയിച്ചിരുന്നതെങ്കിൽ ചീഫ് ജസ്റ്റിസിന് പകരം പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന മറ്റൊരാളെ ഏർപ്പെടുത്തുന്ന ആ ഭേദഗതി. അതുപോലെ ക്രിമിനൽ പ്രൊസീജിയർ നിയമം, ഇന്ത്യൻ എവിഡൻസ് നിയമം, ഇന്ത്യൻ പീനൽ കോഡ്, അതൊക്കെ ഭേദഗതി വരുത്തുന്ന നിയമം ഏകപക്ഷീയമായി, അതിൻ്റെ ഭേദഗതികൾ ഏകപക്ഷീയമായി പാസാക്കി. എന്നുവെച്ചാൽ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് പോലെ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം ആരായാതെ, ചർച്ച കൂടാതെ നിയമനിർമ്മാണം നടത്തിയ അത്യപൂർവമായ സംഭവം. ചർച്ച കൂടാതെ അംഗങ്ങളെ, പ്രതിപക്ഷത്തുള്ള അംഗങ്ങളെ സസ്പെൻഷനിൽ നിർത്തിക്കൊണ്ട് 141 പേരെ സസ്പെൻഷനിൽ നിർത്തിക്കൊണ്ട് എന്ത് പാർലമെന്റാണ്, എന്ത് ജനാധിപത്യമാണ്, എന്ത് ചർച്ചയാണ്? നിരർത്ഥകമായ ഒരു സമീപനം. ജനാധിപത്യത്തെ കേവലം ഒരു പാഴ്വേലയാക്കി, ജനാധിപത്യത്തെ കേവലം അർത്ഥശൂന്യമാക്കി, ജനാധിപത്യത്തിന്റെ സർവ അന്തസത്തയും ഇല്ലാതാക്കി. ഏകാധിപത്യം. സ്വീഡൻ ആസ്ഥാനമായ ഒരു സംഘടന ഇന്ത്യയിലെ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യയിലുള്ളത് ഇലക്ടറൽ ഓട്ടോക്രസിയാണ് എന്നാണ്. ഇലക്ടറൽ ഓട്ടോക്രസി, തെരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപത്യം, അതാണ് ഇന്ത്യയിലുള്ളത്, അതാണ് നിലനിൽക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ പൂർവികരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസികമായ സമരത്തിന്റെ, ത്യാഗനിർഭരമായ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ നേടിയെടുത്ത രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അർത്ഥശൂന്യമാകുന്നു. ജനാധിപത്യം അർത്ഥശൂന്യമാകുന്നു. നാം ജീവവായു പോലെ ഉയർത്തിപ്പിടിക്കുന്ന
മതേതരത്വം അർത്ഥശൂന്യമാകുന്ന സാഹചര്യം. ചുരുക്കി പറഞ്ഞാൽ ജനാധിപത്യം വീണ്ടെടുക്കാൻ ഇന്ത്യയിൽ ആളിപ്പടരുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആളിപ്പടരുന്ന വർഗീയ ഫാസിസത്തെ ചെറുക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പിലൂടെ നിലവിൽ വരുന്ന ഏകാധിപത്യത്തെ ഇല്ലാതാക്കാൻ ശക്തമായ ഒരു പോരാട്ടം. അതാണ് ഈ തെരഞ്ഞെടുപ്പ്. അക്ഷരാർത്ഥത്തിൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് അതിന് അതീവ ഗൗരവത്തോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം, നാം നേടിയ സ്വാതന്ത്ര്യത്തിന്റെ അന്തസത്ത നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മഹത്തായ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന സാഹചര്യം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം. എന്തിനേറെ പറയുന്നു, ഇന്നലെയാണല്ലോ ഇന്നലെ ഇപ്പോൾ ഒരു പുതിയ പൗരത്വ നിയമ ഭേദഗതി അതിൻ്റെ ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. 4 വർഷം മുമ്പ് പാർലമെന്റ് പാസാക്കിയതാണ്, 4 വർഷം മുമ്പ് രാഷ്ട്രപതി ഒപ്പിട്ടതാണ്. ആ നിയമം ശക്തമായ എതിർപ്പ് വന്നതിനെ തുടർന്ന് ജനാധിപത്യവാദികളുടെ ഭാഗത്തു നിന്നും മതേതരവാദികളുടെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പ് വന്നതിനെ തുടർന്ന് അവർ നിഷ്ക്രിയമാക്കി, നിർജീവമാക്കി. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ അവസാന മണിക്കൂറുകളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് അത് പാസാക്കിയിരിക്കുന്നു. അതിൻ്റെ ചട്ടങ്ങൾ പാസാക്കിയിരിക്കുന്നു. ആ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിൻ്റെ ചട്ടങ്ങൾ പാസാക്കിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്ന വളരെ തെറ്റായ ജനാധിപത്യ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. അതിനെതിരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 236ഓളം സംഘടനകൾ സമീപിച്ചിട്ടുണ്ട്. TN പ്രതാപൻ ഉൾപ്പെടെയുള്ള MP-മാർ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു സംശയവും എനിക്കില്ല, കോടതിയിൽ ചെന്നാൽ ഈ സർക്കാരിന് നല്ല അടി കിട്ടും എന്നതിൽ ഒരു സംശയവുമില്ല. സാമാന്യ നിയമം അറിയാവുന്ന ആർക്കും ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന മഹാ തട്ടിപ്പ് ഈ രാജ്യത്തെ അഴിമതിക്കാരായ വൻകിട സമ്പന്നന്മാരിൽ നിന്നും BJP ധനശേഖരം നടത്തുന്നതിന് അവരുണ്ടാക്കിയ നിയമം. അതിന് നമ്മുടെ രാജ്യത്തിന്റെ ബാങ്കിംഗ് സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തുന്നു. പ്രഥമ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദുരുപയോഗപ്പെടുത്തുന്നു. സുപ്രീം കോടതി ശരിക്ക് അടി കൊടുത്തു. ഇതെല്ലാം പുറത്തു വരണം. അതിൻ്റെ മുഴുവൻ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനത്തിലൂടെ അത് ജനങ്ങൾ അറിയിക്കണം. ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്, എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഈ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നും കിട്ടിയ കനത്ത പ്രഹരം, അതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി കൂടിയായിരിക്കണം ഒരുപക്ഷെ ഈ നിയമത്തിൽ ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നത് എന്നൊരു അഭിപ്രായമുണ്ട്. എനിക്ക് യാതൊരു സംശയവുമില്ല, ഇതെല്ലാം BJPയുടെ വർഗീയ അജണ്ട തന്നെയാണ്. ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ഇന്ത്യൻ ജനതയെ വിഭജിക്കുക, ഭിന്നിപ്പിച്ച് ഭരിക്കുക, അതുവഴിയായി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കുക. അതുകൊണ്ട് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന, രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്ന, മതേതര മൂല്യങ്ങളെ തകർക്കുന്ന, രാജ്യ പുരോഗതിയെ തടയുന്ന, രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അദാനിക്ക് വേണ്ടി, അംബാനിക്ക് വേണ്ടി അടിയറ വയ്ക്കുന്നു. നമുക്കറിയാം, സാധാരണക്കാരനായ ഒരു കൃഷിക്കാരൻ, ഒരു സാധാരണക്കാരൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോൺ കിട്ടണമെങ്കിൽ എന്താ പാട്?
ലോൺ 50,000 രൂപ, 25,000 രൂപ, 1,00,000 രൂപ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ സർഫാസി നിയമം അവരുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുകയാണ്. നേരെ ജപ്തിയാണ്. അതേ സമയത്ത് അദാനി നമ്മുടെ രാജ്യത്തിന്റെ ദേശസൽകൃത ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മോദിയുടെ ഔദാര്യത്തോടുകൂടി നേടിയ ലോണിന്റെ കണക്ക് നിങ്ങൾക്കറിയാമോ? 2.27 ലക്ഷം കോടി രൂപയാണ്. 2.27 ലക്ഷം കോടി രൂപ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ദേശസൽകൃത ബാങ്കിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എടുത്തിരിക്കുന്നു. അതിൽ 1.61 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്നും 65,000 കോടി രൂപ വിദേശ ബാങ്കുകളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നുണ്ട്. ഈ അദാനി എടുത്ത ലോണിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? എന്നെങ്കിലും ഒരു ദിവസം ഇത് തകർന്നു വീണാൽ, അദാനിയുടെ സാമ്പത്തിക സാമ്രാജ്യം തകർന്നു വീണാൽ, അതോടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകുന്ന ഒരു തലത്തിലേക്ക് നരേന്ദ്രമോദി രാജ്യത്തെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് അതീവ ഗൗരവത്തോടുകൂടി കാണണം. ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവൻ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ദേശസൽകൃത ബാങ്കുകൾ, എന്തിനേറെ ഇപ്പോൾ പുതിയൊരു സംവിധാനം വന്നിരിക്കുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ലോൺ കിട്ടണമെങ്കിൽ അദാനി ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ കൂടി വേണം എന്നൊരു സംഗതി വന്നിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ബ്രിട്ടീഷുകാരിൽ നിന്നും നാം നേടിയ സ്വാതന്ത്ര്യം, നാം കൈവരിച്ച ജനാധിപത്യം, നാം കൈവരിച്ച സാമ്പത്തിക സ്വാതന്ത്ര്യം അദാനിക്ക് വേണ്ടി, അംബാനിമാർക്ക് വേണ്ടി, വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അടിയറ വയ്ക്കുന്നൊരു സാഹചര്യം. സാധാരണക്കാരൻ ലോൺ എടുത്താൽ സമയത്തിന് തിരിച്ചടച്ചില്ലെങ്കിൽ അവർക്ക് ജപ്തി. അതേ സമയത്ത് ഇന്ത്യയിലെ വൻകിട കുത്തക പ്രമാണിമാർ ലോൺ എടുത്താൽ തിരിച്ചടച്ചില്ലെങ്കിൽ കിട്ടാക്കടമായി മാറിയാൽ അത് കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളുന്ന രീതി. നിങ്ങളുടെ ഭീകരത മനസ്സിലാക്കണം. 2014-15 മുതൽ 2022-23 വരെയുള്ള 9 ധനവർഷ കാലയളവിൽ 14,56,226 കോടി രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ കിട്ടാക്കടം വൻകിട സമ്പന്നരുടെ എഴുതിത്തള്ളിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവർക്ക് അവരുടെ കിട്ടാക്കടം കോടിക്കണക്കിന് രൂപ, 14 ലക്ഷം കോടി രൂപ എഴുതിത്തള്ളുക. പാവപ്പെട്ട കർഷകൻ ലോൺ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ എത്രയോ കൃഷിക്കാരാണ് ആത്മഹത്യ ചെയ്തത്. കർഷക ആത്മഹത്യ ഇത്രയേറെ വർദ്ധിച്ച ഒരു കാലം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? UPA സർക്കാർ, സോണിയാഗാന്ധി ചെയർപേഴ്സണായിട്ടുള്ള UPA സർക്കാർ 2008 കാർഷിക കടാശ്വാസ പദ്ധതി പ്രകാരം 71,680 കോടി രൂപയുടെ വരുന്ന വായ്പകൾ, കർഷകരുടെ വായ്പകൾ എഴുതി തള്ളി. എന്നാലോചിക്കണം. 71,680 കോടി രൂപ വരുന്ന കാർഷിക വായ്പകൾ എഴുതി തള്ളി. അതേ സമയത്താണ് ഇന്ന് വൻകിട കുത്തകക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ നിയമങ്ങൾ വെച്ചുകൊണ്ട് കർഷകരുടെ കിട്ടാക്കടം ജപ്തിയിലേക്ക് നീങ്ങുന്നത്. ഒരുതരം സാമ്പത്തിക അരാജകാവസ്ഥ രാജ്യത്തുണ്ടായിരിക്കുകയാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. വെറുപ്പിൻ്റെ രാഷ്ട്രീയം, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതി, മതപരമായി വിഭജനത്തിലേക്ക് നീങ്ങുന്നു, ഭിന്നിപ്പിക്കുന്നു. ഈ രീതിയിൽ ഐക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ജനങ്ങളെ ഒന്നിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് പോയതെങ്കിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് ഒരു രീതിയായി മാറിയിരിക്കുന്നു. മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്ന രീതി, ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്നുള്ളത് ഇല്ലാതാക്കുന്ന രീതി,
ആ രീതി രാജ്യത്ത് ആപൽക്കരമായ തലത്തിലേക്ക് നീങ്ങും. ഒരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് ഈ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നല്ലോ BJP നരേന്ദ്രമോദി, ഇത് തള്ളിക്കളയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടത് ആവശ്യമാണ്. ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ. ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് നാം പറയുമ്പോൾ, പാർലമെന്ററി സമ്പ്രദായത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് നാം പറയുമ്പോൾ, പാർലമെന്റുകളെ നിഷ്ക്രിയമാക്കിയ നിശ്ചലമാക്കിയ ആ സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇതിനൊക്കെ എതിർക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഏക ഗവൺമെന്റ് കേരളത്തിലാണല്ലോ ഉള്ളത്. ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ്. ഈ ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്നത് എന്താണ്? ഈ ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്നത് മറ്റൊന്നുമല്ല. ഈ ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ നടപടികളാണ്. കഴിഞ്ഞ ദിവസമാണ്, ഞാൻ അസംബ്ലി ശ്രദ്ധിക്കാറുണ്ട്, കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ MLA ഊർജ്ജസ്വലനായ ശ്രീ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ നമ്മുടെ ഇൻകം ടാക്സ് ഇന്ററിം ബോർഡിന്റെ കണ്ടെത്തൽ, അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കരിമണൽ കമ്പനി, കർത്താവിന്റെ കമ്പനി 1,72,00,000 രൂപ യാതൊരു സേവനമില്ലാതെ നൽകിയതുമായി ബന്ധപ്പെട്ട് ചർച്ച ഉന്നയിക്കാൻ എഴുതി കൊടുത്തു. ചർച്ച ഉന്നയിക്കാൻ എഴുതി കൊടുത്തപ്പോൾ എല്ലാ അംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിയമസഭയിൽ കൃത്യമായ ചർച്ചയ്ക്ക് അവസരമുണ്ടാക്കാൻ ബാധ്യസ്ഥനായ ക്രമപ്രകാരമുള്ള നിയമപ്രകാരമുള്ള ചട്ടപ്രകാരമുള്ള ചർച്ചയ്ക്ക് അവസരമുണ്ടാക്കാൻ ബാധ്യതപ്പെട്ട ബഹുമാനപ്പെട്ട സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു. കുഴൽനാടനെ അനുവദിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. നരേന്ദ്രമോദിയുടെ സമീപനവും കേരളത്തിലെ പിണറായി വിജയന്റെ സമീപനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പാർലമെന്റിൽ ചർച്ച അനുവദിക്കുന്നില്ല നരേന്ദ്രമോദി ഭരണകൂടം, ഇവിടെയും ചർച്ച അനുവദിക്കുന്നില്ല പിണറായി ഭരണകൂടം. യഥാർത്ഥത്തിൽ പിണറായി മോഡി തമ്മിൽ പ്രവർത്തനത്തിൽ വളരെയേറെ സാദൃശ്യം, സമാനതകൾ പ്രകടമായി കാണുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കഴിയുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് നമുക്കറിയാം, എത്രയോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെ നാം കണ്ടിട്ടുണ്ട്. ആദരണീയനായ EMS നമ്പൂതിരിപ്പാട്, ബഹുമാനപ്പെട്ട നായനാർ, ബഹുമാന്യനായ അച്യുതാനന്ദൻ, ഇങ്ങനെ അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരായ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിന്റെ പിന്തുണയോടെ ഭരിച്ച അച്യുതമേനോൻ, കോൺഗ്രസ് പിന്തുണയോടെ ഭരിച്ച PK വാസുദേവൻ നായർ, ഈ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായ എത്രയോ മുഖ്യമന്ത്രിമാരെ കണ്ടിരിക്കുന്നു. ആ മുഖ്യമന്ത്രിമാർ ആരും അവരെക്കുറിച്ചൊന്നും ഇതുപോലെ ആക്ഷേപം വന്നിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് പാവങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനം, സാധാരണക്കാർക്ക് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനം, തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനം, ആ പ്രസ്ഥാനം സംശുദ്ധമായ പൊതുപ്രവർത്തനത്തിൻ്റെ ഉടമകളായിരുന്ന പല നേതാക്കളാൽ നയിക്കപ്പെട്ട പ്രസ്ഥാനം ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു? വൻകിട കമ്പനികളുടെ ദാസന്മാരായി മാറിയിരിക്കുന്നു, വിനീത വിധേയരായി മാറിയിരിക്കുന്നു. കരിമണൽ കർത്താവിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇൻകം ടാക്സ് ട്രിബ്യൂണലിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, അവരുടെ പല സംരംഭങ്ങളുണ്ട്. ഈ കരിമണൽ ഖനനം അവരുടെ ഒരു സംരംഭമാണ്. അവരുടെ കരിമണൽ ഖനനത്തിനെതിരെ MP ആയിരുന്നപ്പോൾ സമരം നടത്തിയ പശ്ചാത്തലമാണ്. എന്നെ പോലുള്ളവർക്ക് ശക്തമായി പോരാട്ടം നടത്തിയിരുന്നു. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 2003 ജൂൺ 16 ആലപ്പുഴ വലിയഴിക്കിൽ നിന്നും ആലപ്പുഴ നടത്തിയ ലക്ഷങ്ങൾ പങ്കെടുത്ത മനുഷ്യക്കോട്ട, അതേ തുടർന്നാണ് ആ നീക്കങ്ങളൊക്കെ ഉപേക്ഷിച്ചത്. അന്ന് ആ സമരത്തിൽ പങ്കാളിയായ CPM ആ ആശയങ്ങളും നയങ്ങളൊക്കെ കൈവിട്ടുകൊണ്ട് അതേ കരിമണൽ കർത്താവിൽ നിന്നും
ധനം സ്വീകരിക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ കമ്പനി പറഞ്ഞത് എന്താണ്? 135 കോടി രൂപ ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക്, ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക്, ഞങ്ങൾ പോലീസുകാർക്ക്, ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തിനാണ്? അവർ തുടങ്ങുന്ന പല സംരംഭങ്ങളും ജനവിരുദ്ധമാണ്. അവർ തുടങ്ങുന്ന പല സംരംഭങ്ങളും നാടിനെ നശിപ്പിക്കുന്നതാണ്. തീരശോഷണം ഉണ്ടാക്കുന്നു, തീരത്തെ നശിപ്പിക്കുന്നു. കുട്ടനാടിനെ സേവിക്കുക, കുട്ടനാടിൻ്റെ പ്രളയജലം കളയാനെന്ന പേരിൽ അതും ഒരു തെറ്റായ കാര്യമാണ് പറയുന്നത്. കുട്ടനാടിന് വേണ്ടി ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ കുട്ടനാടിന് വേണ്ടി പലതും പറഞ്ഞതാണ്. അതൊന്നും ചെയ്യാതെ കുട്ടനാടിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിന് അനുമതി കൊടുത്തത്, അതിൻ്റെ പിന്നാമ്പുറങ്ങൾ ഇപ്പോൾ എല്ലാം മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഏതായാലും എനിക്കൊരു ആശ്വാസമുണ്ട്. ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നിയമപ്രകാരമുള്ളൊരു സംവിധാനമാണ്. ആ സംവിധാനം അതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അതോടുകൂടി പിണറായിയും കൂട്ടരും തികഞ്ഞ പരിഭ്രാന്തിയിലാണ്. പക്ഷേ ആ അന്വേഷണം നേരെ ചൊവ്വെ നടന്നാൽ, എനിക്ക് യാതൊരു സംശയമില്ല, നേരെ ചൊവ്വെ നടന്നാൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന, അധികാര സ്ഥാപനങ്ങളെ നയിക്കുന്ന ബഹുമാന്യനായ പിണറായി ഉൾപ്പെടെയുള്ളവർ അവരുടെ സ്ഥാനം ജയിലിലാകും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ അവിടേക്ക് എത്തിക്കുമ്പോൾ കൂടി CPM-ഉം BJP-യും തമ്മിൽ അന്തർധാരയുണ്ട്. നമുക്കറിയാം, ED രാജ്യം മുഴുവൻ ED അരങ്ങ് തകർക്കുകയാണ്. കേരളത്തിലും എത്രയോ സംഭവങ്ങളുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടല്ലേ സ്വർണ്ണക്കടത്തുണ്ടായത്? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കർ ജയിലിലായിരുന്നില്ലേ? നമുക്കറിയാം, ഒരു മന്ത്രി, ഞാനും മന്ത്രിയായിരുന്നു, ശ്രീ മുരളീധരൻ കുറച്ചു കാലം മന്ത്രിയായിരുന്നു. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ, സെക്രട്ടറി ടു ദി മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് സമാനമായി ഉത്തരവാദിത്തമുള്ള ആളാണ്. അങ്ങനെ നിയമപരമായി ബാധ്യതപ്പെട്ട ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, സ്വർണ്ണക്കടത്ത് കേസിൽ ഇടപെട്ടതിൻ്റെ പേരിൽ, ലൈഫ് പദ്ധതിയിൽ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ, മറ്റു പല സംഭവങ്ങളുടെ പേരിൽ ഇന്ന് ജയിലിൽ പോയിരിക്കുന്നു. പല കാര്യങ്ങളിലും ഊർജ്ജസ്വലതയോടെ നോക്കുന്ന ED സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എന്തുകൊണ്ടാണ്? അവിടെയാണ് CPM-ഉം BJP-യും പിണറായിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള അന്തർധാര. അക്ഷരാർത്ഥത്തിൽ പ്രകടമാകുന്ന അന്തർധാരയാണ്. ഈ അന്തർധാര പ്രവർത്തിച്ചില്ലെങ്കിൽ, ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നേരെ ചൊവ്വെ സത്യസന്ധമായി അന്വേഷണം നടത്തിയാൽ, അവരുടെ കൈകൾക്ക് വിലങ്ങ് വന്നില്ലെങ്കിൽ, നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും വിലങ്ങുണ്ടായില്ലെങ്കിൽ, ഒരു സംശയവും വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞത് സംഭവിച്ചിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ചുരുക്കി പറഞ്ഞാൽ, ഒരു ഭാഗത്ത് ജനാധിപത്യ ധ്വംസനം, മറുഭാഗത്ത് അഴിമതി, രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് ചിന്തയില്ല. രാജ്യം അതിഗുരുതരമായ വിലക്കയറ്റത്തിലേക്ക് നീങ്ങുന്നു. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചാൽ എന്താണ് തകരാറ്? മറ്റെല്ലാ സാധനങ്ങൾക്കും അത് ബാധകമല്ലേ? രാജ്യത്തെ വലിയൊരു വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടു നരേന്ദ്രമോദി. രാജ്യത്തെ ഓയിൽ കമ്പനികൾക്ക് വേണ്ടി, കുത്തക പ്രമാണിമാർക്ക് വേണ്ടി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, ഞാനന്ന് KPCC പ്രസിഡന്റായിരുന്നു. അന്ന് നരേന്ദ്രമോദിയും കൂട്ടരും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചാൽ അതുമായി ബന്ധപ്പെട്ട അധിക വരുമാനം, കേരള സർക്കാരിന് കിട്ടുന്ന അധിക വരുമാനം വേണ്ടെന്ന് വെച്ച്, ആ പണം വേണ്ടെന്ന് വെച്ച് മാതൃക കാണിച്ചു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. ഇപ്പോൾ ഈ സർക്കാർ എന്താ ചെയ്യുന്നത്?
അവർ ആ പണം സ്വീകരിക്കുന്നത് മാത്രമല്ല, വീണ്ടും ഇന്ധന നികുതി, ഇന്ധന സെസ് ഏർപ്പെടുത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതി, രാജ്യത്തെ സമാധാന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്ന, സമാധാനം അട്ടിമറിക്കുന്ന നരേന്ദ്രമോദി, കേരളത്തിൽ സമാധാനം അട്ടിമറിക്കുന്ന പിണറായി വിജയൻ, രാജ്യത്തെ ദുരിതങ്ങളിലേക്ക്, ജനദ്രോഹ നടപടികളിലേക്ക് നീങ്ങുന്ന പിണറായി വിജയൻ, ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ താല്പര്യമില്ലാത്ത നരേന്ദ്രമോദി, ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ താല്പര്യമില്ലാത്ത പിണറായി വിജയൻ. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് ശക്തികൾക്കും എതിരായിട്ടുള്ള പോരാട്ടം, ഈ രണ്ട് ശക്തികളിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള, നാടിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല മാർഗമാണ് നമ്മുടെ മുന്നിൽ കൈവരുന്ന മാർഗമാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അഭിമാനിക്കാം. ടി.എൻ. പ്രതാപൻ വളരെ അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. പാർലമെന്റിൽ തന്റെ ദൗത്യം നിറവേറ്റി, ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റി, അഭിമാനത്തോടുകൂടി ജനങ്ങളെ സമീപിക്കുന്ന സന്ദർഭത്തിലാണ് ഈ തവണ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ, രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ തുടർന്ന് ചില തീരുമാനങ്ങൾ പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായി. ഞാൻ ടി.എൻ. പ്രതാപനെ ഹാർദമായി അഭിനന്ദിക്കുകയാണ്. ഞാൻ ഓർക്കുന്നത് പി.ടി. തോമസിനെയാണ്. പി.ടി. തോമസ് ഇടുക്കി MP ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് തുടർന്ന് മത്സരിക്കാൻ അവസരം നൽകിയില്ല. ഒരക്ഷരം പറയാതെ, ഒരു തരത്തിലുള്ള പരിഭവം പ്രകടിപ്പിക്കാതെ നേരെ അദ്ദേഹം കാസർഗോഡിലേക്ക് വണ്ടി കയറി. കാസർഗോഡ് തൻ്റെ സഹപ്രവർത്തനായ ടി. സിദ്ദിഖിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നേതൃത്വം കൊടുക്കാൻ വേണ്ടി ആ പി.ടി. തോമസിൻ്റെ അതേ പാതയിൽ ഞാൻ കാണുന്നത് പ്രതാപൻ പ്രിയപ്പെട്ട മുരളിക്ക് വേണ്ടി ചുമരെഴുതുന്നതാണ്. എന്തൊരു നല്ല സന്ദേശമാണ് അത് നൽകിയത്. മുരളിയോടൊപ്പം, മുരളിയെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഓരോ കാര്യത്തിലും ശ്രദ്ധിക്കുന്ന, തന്നേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി കെ. മുരളീധരൻ തൃശ്ശൂരിൽ നിന്നും പാർലമെന്റിൽ പോകണം എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രതാപൻ നടത്ത ആ പ്രവർത്തനത്തെ ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ ഏവർക്കും ഒരു മാതൃകയാണ് ശ്രീ പ്രതാപൻ്റെ അസന്നിധി. പ്രിയപ്പെട്ട മുരളി കുട്ടിക്കാലം മുതലേ എനിക്കറിയാം. മുരളി രാഷ്ട്രീയത്തിൽ സജീവമായി, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ എല്ലാത്തിനും ചുട്ട മറുപടി കൊടുക്കുന്ന മുരളി പാർലമെന്റേറിയൻ നിലയിൽ പാർലമെന്റിൽ തിളങ്ങി. വടകരയിൽ മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. അദ്ദേഹം വടകരയിൽ പോയി. ഒരു ചാഞ്ചല്യവുമില്ലാതെ, തെല്ലും പതറാതെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം വടകരയിലെത്തിയ ദിവസം അന്ന് ഞാനുണ്ടായിരുന്നു. എന്തൊരാവേശമായിരുന്നു! ആ ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുരളി നിന്നു, പ്രവർത്തിച്ചു. പലരുടെയും CPM നേതാക്കന്മാരുടെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കി അട്ടിമറിച്ചുകൊണ്ട് വൻ വിജയമാണ് പ്രിയപ്പെട്ട മുരളി. ഈ തവണ അദ്ദേഹം വടകരയിൽ മത്സരിക്കാൻ സർവ തയ്യാറെടുപ്പ് നടത്തി. തനിക്കെതിരെ വന്ന സ്ഥാനാർത്ഥിയുടെ വാദങ്ങൾക്ക് കൃത്യമായും മറുപടി പറഞ്ഞുകൊണ്ട് കുതിച്ചു മുന്നോട്ട് പോകവേ, വിജയത്തിലേക്ക് കുതിക്കവെയാണ് പാർട്ടി നേതൃത്വം അദ്ദേഹത്തിന് പുതിയ ദൗത്യമേൽപ്പിച്ചത്. തൃശ്ശൂരിൽ പ്രത്യേക സാഹചര്യം ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. പ്രത്യേക സാഹചര്യത്തിൽ തൃശ്ശൂരിൽ മുരളി മത്സരിക്കണം. നേതൃത്വത്തിൻ്റെ ആ ഒരു നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. മാധ്യമങ്ങളോട് സംസാരിച്ചത് ആദ്യമാണ്. അന്ന് രാവിലെ മാധ്യമങ്ങളെ കാണാതെ മുരളി വൈകുന്നേരം ഞാൻ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി നേതൃത്വം ഏൽപ്പിച്ച ചുമതല, ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തൃശ്ശൂരിലേക്ക് വന്നു. തൃശ്ശൂരിലെത്തിയ മുരളിക്ക് ടി.എൻ. പ്രതാപൻ്റെ, ജോസ് വള്ളൂരിൻ്റെ, MP വിൻസെന്റിൻ്റെ, PA മാധവൻ്റെ, അബ്ദുൾ മാൻകുട്ടിയുടെ ഒക്കെ നേതൃത്വത്തിൽ വൻ സ്വീകരണം നൽകി.
തൃശ്ശൂർ യഥാർത്ഥത്തിൽ മുരളി ഏറ്റെടുത്തിരിക്കുകയാണ്. തൃശ്ശൂരിൽ നടക്കുന്ന നല്ല മത്സരമാണ്, സംശയമൊന്നുമില്ല. നല്ല മത്സരമാണ്. മുരളി എപ്പോഴും ആഗ്രഹിക്കുന്നതും ഈ നല്ല മത്സരമാണ്. കടുത്ത മത്സരത്തിലൂടെ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന വട്ടിയൂർക്കാവിൽ വൻ വിജയം നേടിയ പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ട്. വട്ടിയൂർക്കാവ് നേരത്തെ ഇടതുപക്ഷ മുന്നേറ്റമുള്ള സ്ഥലമാണ്. അവിടെ അദ്ദേഹം വിജയശ്രീലാണ്ടിനെ മുന്നോട്ട് വന്നു. അപ്പോൾ വിജയിച്ചു കയറുന്ന പ്രതിസന്ധികളിൽ പാർട്ടിക്ക് വേണ്ടി ദൗത്യം ഏൽപ്പിക്കപ്പെടും, ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വിജയിച്ച് മുന്നോട്ട് കയറുന്ന വിജയക്കുതിപ്പിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലം മുരളിക്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുരളി, എൻ്റെ പ്രിയ അനുജൻ, പ്രിയ സഹോദരൻ, പ്രിയപ്പെട്ട മുരളി എല്ലാവിധ ഫാസിസ്റ്റ് ശക്തികളുടെ പ്രതിനിധികളെയും അക്രമ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളെയും ഫാസിസ്റ്റ് പ്രവണതകളെയും ഇരുപക്ഷത്തുമുള്ള ഫാസിസ്റ്റ് പ്രവണതകളെയും ആസ്ഥാനത്താക്കിക്കൊണ്ട് തൃശ്ശൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൊടിക്കൂറ പാറി പറപ്പിക്കും എന്ന ഉത്തമ വിശ്വാസം എടുക്കും. ആ വിശ്വാസത്തോടുകൂടി, ആ ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് കുതിക്കുക. അവസരവാദികൾക്ക്, ഭാഗ്യാന്വേഷികൾക്ക്, സ്ഥാനമോഹികൾക്ക്, അതുപോലെ തന്നെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക്, അക്രമ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾക്ക് കൃത്യമായ മറുപടി നൽകി പരിപാവനമായ തൃശ്ശൂരിൻ്റെ മണ്ണിൽ ജനദ്രോഹ ശക്തികൾക്ക് തെല്ലും സ്ഥാനമില്ല എന്ന ശക്തമായ സന്ദേശം രാജ്യത്തിന് നൽകാൻ കെൽപ്പുള്ള പ്രിയപ്പെട്ട മുരളീധരൻ്റെ ആ മുന്നേറ്റത്തിൽ ഞങ്ങളൊക്കെ എപ്പോഴും കൂടെയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുരളിയുടെ വിജയം നമുക്ക് ആഘോഷിക്കണം. രാജ്യം ഉറ്റുനോക്കുന്ന വിജയമാണ്. ആ വിജയക്കുതിപ്പിലേക്ക് തൃശ്ശൂരിനെ എത്തിക്കുക എന്ന ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്ത മുരളീധരനെയും ഹാർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം, ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അടുത്തതായി മണലിന്റെ മണ്ണിലേക്ക് കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കെ മുരളീധരൻ അവരെ വെങ്കട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് സ്റ്റീഫൻ മാസ്റ്റർ ഹാരമണിയിക്കുന്നു. അടുത്തതായി നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആരുടെ വാക്കുകൾ കേൾക്കാനാണോ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, നമ്മുടെ പോരാളി ശ്രീ കെ മുരളീധരൻ അവരെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാരഥികളെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങൾ, ഇവിടെ യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ മുൻ KPC പ്രസിഡന്റ് കൂടിയായ ശ്രീ GM സുധീരൻ ആനുകാലിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചത് ഞാനത് ആവർത്തിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പരമപ്രധാനമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മജി പറഞ്ഞൊരു വാചകമുണ്ട്,
ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. എന്നാൽ നമുക്ക് പറയാനുള്ളത് പ്രവർത്തിക്കുക, നേടിയെടുക്കുക. അതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കാൻ മോഡിയുടെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആദ്യം മുത്തലാഖ് നിർത്തലാക്കിയതിനെക്കുറിച്ച് കുറേ പ്രസംഗിച്ചു. ജനുവരി 22-ാം തീയതി ശ്രീരാമക്ഷേത്രം ഉദ്ഘാടനത്തിനെക്കുറിച്ച് കുറേ പ്രസംഗിച്ചു. ഇതൊന്നും ചെലവാവാതെ വന്നപ്പോൾ ഇപ്പോൾ വീണ്ടും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ 10 വർഷം ഭരിച്ചൊരു സർക്കാർ ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് എന്ത് ചെയ്തു എന്ന് പറയാൻ കഴിയുന്നില്ല. ഈ രാജ്യത്തിൻ്റെ വികസനം എന്തൊക്കെ പറയുന്നില്ല. അമ്പലവും പള്ളിയൊക്കെ ഏത് കാലത്തും ഈ രാജ്യത്തുണ്ടാവും. വിശ്വാസികളുടെ വർധനവിനനുസരിച്ച് അതിൻ്റെ എണ്ണം വർദ്ധിച്ചു. ഇതൊരു സർക്കാരിൻ്റെ നേട്ടമോ ഓട്ടമോ അല്ല. അത് സർക്കാരിൻ്റെ ജോലിയല്ല അമ്പലവും പള്ളിയും പണി. അതൊക്കെ മതപണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ വിശ്വാസ സമൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇവിടെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം മോഡി പ്രഖ്യാപിച്ചപ്പോൾ ഈ രാജ്യത്തുള്ള ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള ശങ്കരാചാര്യന്മാർ, അവരാണ് ഹിന്ദുമതത്തിലെ മഠങ്ങൾ സ്ഥാപിച്ച ശങ്കരാചാര്യ. കേരളം ജന്മം നൽകിയ ആദ്യത്തെ മതേതര വിശ്വാസിയായിരുന്നു ശങ്കരാചാര്യ. അദ്ദേഹം സ്ഥാപിച്ച മഠങ്ങളിലെ ഇന്നത്തെ മഠാധിപന്മാർ അവർ പറഞ്ഞു, ഇതൊക്കെ ഞങ്ങളുടെ ജോലിയാണ്, ഇത് പ്രധാനമന്ത്രിയുടെ ജോലിയല്ല. അപ്പോൾ ഒരു പ്രധാനമന്ത്രി രാജ്യകാര്യങ്ങൾ പറയുന്നതിന് പകരം അമ്പലത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നു, മറ്റ് മതങ്ങളെ ഇടിച്ചു താഴ്ത്തുന്നു. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, ക്രിസ്മസിനും അതുപോലെ തന്നെ ഈസ്റ്ററിനൊക്കെ ചില പുതിയ ആളുകളോട് ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ കേക്ക് മുറിക്കാനും മതസ്ഥാപനങ്ങളെ സന്ദർശിക്കാനൊക്കെ. പക്ഷെ ഇതേ കൂട്ടർ മണിപ്പൂരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മണിപ്പൂർ എന്താ ഇന്ത്യയുടെ ഭാഗമല്ല. ഇവിടെ ഗ്യാരണ്ടി പറഞ്ഞ് 2 തവണ തൃശ്ശൂർ വന്ന മോഡി ഈ 2 കൊല്ലത്തിനിടയ്ക്ക് മണിപ്പൂരിൽ കാലുകൂട്ടിയിട്ടുണ്ട്. ഇത് പറയുന്നത് 2 സമുദായ സംഘടനകൾ തമ്മിലുള്ള 2 സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയാണ്. മേരി വംശജരും കുക്കി വംശജരും. പക്ഷേ മേരികളും കുക്കികളും പോരാടുമ്പോൾ ക്രൈസ്തവ ദേവാലയങ്ങൾ മാത്രമേ തകർക്കപ്പെടുന്നുള്ളൂ. ക്രൈസ്തവ വിശ്വാസികൾ മാത്രമേ വധിക്കപ്പെടുന്നു. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ഛത്തീസ്ഗഡ് ഇലക്ഷനിൽ നിങ്ങളെ ശ്രദ്ധിക്കുകയാണ്, ഇലക്ഷൻ റിസൾട്ടിൽ എല്ലാവരും പറഞ്ഞ് കോൺഗ്രസ് ജയിക്കുന്ന. കാരണം ഭരണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഏറ്റവും കൂടുതൽ 5 വർഷത്തെ ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടായി. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ആദിവാസി മേഖലകളിലാണ് കോൺഗ്രസ്സിന് ശക്തമായി തിരിച്ചടിയുണ്ടായി. അതിൻ്റെ കാരണം പിന്നീട് വിശകലനം ചെയ്തപ്പോഴാണ് അറിയുന്നത്, അവിടെ മുഴുവൻ RSSൻ്റെ പ്രവർത്തകർ ഓരോ വീടുകളിൽ കയറി ചെന്ന് അവർ നടത്തിയ പ്രചരണം, ഇനി ഒരു 5 കൊല്ലം കൂടെ കോൺഗ്രസ് ഈ സംസ്ഥാന ഇവിടെയുള്ള മുഴുവൻ ആദിവാസികളെയും അവർ ക്രിസ്തുമത വിശ്വാസികളാക്കി മാറ്റും എന്നുള്ള പ്രചരണം. അങ്ങനെ അവിടെ പ്രചരണം നടത്തുന്നവരാണ് ഇവിടെ പള്ളികളിലൊക്കെ വന്ന് ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ ആഘോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവരുടെ ഇരട്ട മുഖം എന്ന് പറയുന്നത്. ഇപ്പോഴാണ് ഇന്നലെ പറഞ്ഞത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കും. അങ്ങനെ പറയുന്നവരോട് നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ എന്നും ന്യൂനപക്ഷങ്ങളെ ഹനിക്കുന്ന നിങ്ങളുടെ സമീപനം ഇതാണെങ്കിൽ ഈ പൗരത്വ ഭേദഗതി നിയമം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഇത് നടപ്പാക്കുന്ന പ്രശ്നമില്ല. കാരണം ഈ രാജ്യത്തിനെ ഒന്നായി നയിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് നടക്കുന്നത് രാജ്യത്തെ പല തട്ടിലാക്കി വിഭജിച്ച് വോട്ട് നേടാനുള്ള തന്ത്രമാണ്.
പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൗരത്വ ഭേദഗതി നിയമത്തിനെ ഞാനും പ്രതാപനൊക്കെ സഭയ്ക്കകത്തും പുറത്തും എതിർക്കുക മാത്രമല്ല, അതിനെതിരായിട്ടുള്ള സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തവരൊക്കെ തന്നെ. എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഇപ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന നിയോജകമണ്ഡലത്തിൽ ഏതാണ്ട് 5 ദിവസം പദയാത്ര നടത്തിയ ഒരാളാണ്. പക്ഷേ ന്യൂനപക്ഷങ്ങളെ ഞാൻ സംരക്ഷിച്ചോളാം, ആരും വേണ്ട ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറയുന്ന പിണറായി സർക്കാർ ഏതാണ്ട് 860ഓളം കേസുകളാണ് ആ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ട ഞങ്ങൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ട് ചുമത്തിയിട്ടുണ്ട്. അതിൽ വലിയ ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് ഒരു 36 കേസുകൾ മാത്രമാണ് പിൻവലിച്ചത്. ഈ 860ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് മോഡിയുടെ പാർട്ടി ഭരിക്കുന്ന ഉത്തർപ്രദേശിലല്ല, മോഡിയുടെ പാർട്ടി ഭരിക്കുന്ന ഗുജറാത്തിലല്ല, ഇപ്പോൾ മോഡിയുടെ പാർട്ടി ഭരിക്കുന്ന ബീഹാറിലുമല്ല, സാക്ഷാൽ പിണറായി ഭരിക്കുന്ന കേരളത്തിലാണ് 860 കേസുകൾ ഈ പൗരത്വ ഭേദഗതിക്ക് എതിരായ സമരത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കേണ്ട, ഇവരൊക്കെ ഏതാണ്ട് ഒരേ തൂവൽ പക്ഷികളല്ലേ? എൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ശ്രീ സുധീരൻ പറഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പാണ്, നിങ്ങൾക്കറിയാലോ. ലോക്സഭയിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇപ്പൊ ഭരിക്കുന്ന BJPയെ താഴെ ഇറക്കാൻ ഇന്ന് കെൽപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ? കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തിക്ക് പഴയ പോലെ വ്യത്യാസം സംഭവിച്ചിരിക്കാം, പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഉണ്ട്. ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിലല്ലേ ഇന്ത്യ സഖ്യം. ആ ഇന്ത്യ സഖ്യത്തിൽ CPM ഉണ്ടോ? CPM ഉണ്ടെങ്കിൽ ഏകോപന സമിതിയിലില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഏകോപന സമിതിയിൽ CPM ചേരാത്തതിന്റെ കാരണം എന്താ? ഇവിടെ വന്നിട്ട് പ്രസംഗിക്കുന്ന എന്താ അറിയോ? കോൺഗ്രസ്സുകാരെ വിശ്വസിച്ച് വോട്ട് ചെയ്തുകൂടാ, അവരൊക്കെ BJPയിലേക്ക് പോകും. അതാണല്ലോ വലിയ പ്രചരണം. 10ഓളം മുൻ മുഖ്യമന്ത്രിമാർ BJPയിൽ ചേർന്നു. ഞാൻ ഒരു കാര്യം പറയാം, ചില ഭാഗ്യാന്വേഷികൾ പോയിട്ടുണ്ടില്ല എന്നൊന്നും നമ്മളാരും പറയുന്നില്ല. എല്ലാം കിട്ടിക്കഴിഞ്ഞ് ഇനി അടുത്തൊന്നും കിട്ടാനില്ല എന്നാണ് ഇപ്പോൾ പോയിട്ടുണ്ടാവും. അതെല്ലായിടത്തും ഉണ്ട്. കാരണം കോൺഗ്രസ് ഒരു ഓൾ ഇന്ത്യ പാർട്ടി ആയതുകൊണ്ടും ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഭരിച്ച പാർട്ടി ആയതുകൊണ്ടും കുറേ മുൻ മുഖ്യമന്ത്രിമാർ കോൺഗ്രസിലുണ്ട്. അതിൽ 10 പേര് പോയിട്ടുണ്ടാവാം. എന്നാൽ കേരളത്തിൻ്റെ മതിലുകൾക്കുള്ളിൽ മാത്രം നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി, ആ പാർട്ടിയിൽ നിന്നല്ലേ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് വിശ്വനാഥ മേനോൻ പോയത്? വിശ്വനാഥ മേനോൻ പോയത് കോൺഗ്രസിലേക്കല്ലല്ലോ, BJPയുടെ സ്വതന്ത്രനായിട്ടല്ലേ മത്സരിച്ചേ. അൽഫോൺസ് കണ്ണന്താനം 5 വർഷം MLA ആയിരുന്നില്ല ഇടതുപക്ഷത്തിന്റെ, ഇപ്പൊ എവിടെയാ? BJPയിലെ. ഞാൻ MP ആയിരുന്നപ്പോൾ എന്നോടൊപ്പം CPMന്റെ MP ആയിരുന്ന അബ്ദുള്ളക്കുട്ടി ഇപ്പോഴെവിടെയാ? BJPയിൽ. പുതിയ ഒരാളും കൂടെ പോകുന്നുണ്ട്, S രാജേന്ദ്രൻ. ഇവിടെ കോൺഗ്രസ്സുകാരെ വിശ്വസിക്കരുത്, അവരൊക്കെ BJPയിലേക്ക് പോകും എന്ന് പിണറായി പ്രചരണം നടത്തുമ്പോഴാണ് 15 വർഷക്കാലം MLA ആയിരുന്ന, 5 വർഷം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന S രാജേന്ദ്രൻ അദ്ദേഹം പറഞ്ഞു, കുറെ ആളുകളൊക്കെ എന്നെ വന്ന് കണ്ടിട്ടുണ്ട് BJPക്കാർ, ഞാൻ തീരുമാനം എടുത്തിട്ടില്ല. ഉടനെ ഗോവിന്ദ മാഷ് പറഞ്ഞു, ഞാനിതാ അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കാൻ പോവാണ്, ആളെ അയച്ചു മെമ്പർഷിപ്പും കൊണ്ട്. മെമ്പർഷിപ്പുമായി ചെന്നവരുടെ രാജേന്ദ്രൻ പറഞ്ഞു, നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് പാർട്ടി പ്രവർത്തനം തുടങ്ങിയ ആളാണ്, ഞാൻ നിന്റെ മെമ്പർഷിപ്പ് കൊണ്ട് കിണറ്റ് കളയാൻ പറഞ്ഞു. ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താ? ഞാൻ ഈ ചതിയന്മാരുടെ കൂടെയില്ല. ആരുടെ കൂടെ? മാർക്സിസ്റ്റുകാരുടെ കൂടെയില്ല. അദ്ദേഹം കേരളം ചതിച്ചവരുടെ കൂടെയില്ല, പക്ഷെ അദ്ദേഹം ഇന്ത്യ ചതിച്ചവരുടെ കൂടെ പോകുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഞാൻ ഇപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നാളെ പോകും. ഞാൻ ഒരിക്കലും പോകില്ല എന്നല്ല പറയുന്നത്, ഞാൻ നാളത്തെ കാര്യം ഞാൻ ഇന്ന് ഏതായാലും ഞാൻ പോകുന്നില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയായിട്ട് ഇനി ബന്ധമില്ല. അപ്പോൾ 4ാമൻ ചാടാൻ പോവുക കേരളത്തിൽ. കേരളം പോലെ സംസ്ഥാനത്ത് തന്നെ 4 പേര് ചാടിപ്പോയി എന്ന് പറഞ്ഞാൽ
ഇന്ത്യ മുഴുവനുള്ളൊരു പാർട്ടിയിൽ 100 കണക്കിന് മുൻ മുഖ്യമന്ത്രിമാരുള്ള ഒരു പാർട്ടിയിൽ നിന്ന് 10 പേര് പോയി. അതുകൊണ്ട് കോൺഗ്രസിനെ വിശ്വസിക്കരുത് എന്നാണ് പിണറായി പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ? പിന്നെ ഇടതുപക്ഷം എന്ന് പറഞ്ഞിപ്പോൾ ഇവർ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷക്കാരൻ എവിടെയാണ്? ഇപ്പോൾ ബംഗാളിലുള്ള RSP കേരളത്തിൽ അവരുടെ കൂടെയുണ്ടോ? RSP നമ്മുടെ കൂടെയല്ലേ? അത് ഇടതുപക്ഷമല്ലേ? അതാണ് ശരിക്കും ഒറിജിനൽ ഇടതുപക്ഷം എന്ന് പറയും. ഫോർവേഡ് ബ്ലോക്ക് ഇടതുപക്ഷം എന്ന് പറയാൻ പറ്റുമോ? കോൺഗ്രസിന്റെ കൂടെയല്ലേ? RSP ജയിക്കുന്ന കേരളത്തിൽ കോൺഗ്രസിന്റെ കൂടെയാണ്. ബംഗാളിലെ ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസുമായിട്ട് സഖ്യമാണ്. പിന്നെ ഇടതുപക്ഷത്തിന് ജന്മം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് എന്ന് സ്വന്തം ചിഹ്നമുണ്ടോ? ഇപ്പോ CPI-ക്കാർ പറയുന്നത് സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം എന്നുള്ള പാട്ടാണ് പാടുന്നത്. കാരണം അരിവാൾ കതിര് കേരളത്തിൽ ഉപയോഗിക്കാൻ ഇവിടെ 10-13 MLA-മാരുള്ളതുണ്ട്. തമിഴ്നാട്ടിൽ ചെന്നാൽ കോൺഗ്രസ് പിന്തുണയോടെ 2 MP-മാരുള്ളതുകൊണ്ട് അവിടെ ഉപയോഗിക്കാം. തെലങ്കാനയിൽ കോൺഗ്രസ് സഖ്യമുള്ളത് കൊണ്ട് തെലങ്കാനയിൽ ഉപയോഗിക്കാം. UP-യിലും ബീഹാറിലും ഉപയോഗിക്കാൻ പറ്റുമോ? നാളെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയെ CPI-ക്കാർക്കൊരു സീറ്റ് കൊടുത്താൽ അവിടെ നിയമം അനുസരിച്ച് അരിവാൾ കതിര് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പം അത് അഖിലേന്ത്യാ പാർട്ടിയല്ല. അഖിലേന്ത്യാ പാർട്ടി അല്ലാത്തവരൊക്കെ കൂടി ഞങ്ങൾ കോൺഗ്രസിന് ബദലാവെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ പത്രം വായിക്കുന്നവരും TV കാണുന്നവരോടും പറഞ്ഞാൽ ഇതൊക്കെ ചെലവാകുമോ കേരളത്തിൻ്റെ മണ്ണിൽ? അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. BJP-യെ നേരിടാൻ തക്ക സംഖ്യാബലം കോൺഗ്രസിന് ഉണ്ടാവണമെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസും സഖ്യകക്ഷികളും വിജയിച്ചു വരണം. ഇപ്പോൾ നമുക്കറിയാം, ഈ ഇലക്ഷൻ കഴിയുമ്പോൾ രാഷ്ട്രപതി തലയെണ്ണുമല്ലോ. കോൺഗ്രസിന് എത്ര, BJP-ക്ക് എത്ര. ഒന്നാമത്തെ കക്ഷിയിലെയാണല്ലോ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കുക. അങ്ങനെ ക്ഷണിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താ പ്രസക്തി? ഇപ്പോൾ ഒരു തറവാട് ഭാഗം വയ്ക്കുകയാണ്, വീട് ഭാഗം വയ്ക്കും, പശുക്കൾ എത്രയുണ്ട് അത് ഭാഗം വയ്ക്കും, നെൽകൃഷി എത്രയുണ്ട് അത് ഭാഗം വയ്ക്കും. ഇതെല്ലാം ഭാഗം വെച്ച് കഴിഞ്ഞ് കുറെ കിണ്ടിയും കോളാമ്പിയും ബാക്കിയുണ്ടാവും. ഇതിനാരാ കണക്കിലെടുക്കുക? ഇതാരാ ഭാഗം വയ്ക്കുക? അതുപോലെ തലയെണ്ണുമ്പോൾ കോൺഗ്രസ് എത്ര, കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരെത്ര, BJP എത്ര, അവരോടൊപ്പം നിൽക്കുന്നവരെത്ര. അതല്ലാതെ ഈ CPM-നെയും മറ്റും ആരോട് എണ്ണാൻ പോകുന്നില്ല. അപ്പോൾ എന്തിനാ എണ്ണയില്ലാത്ത സ്ഥലത്തേക്ക് ഇവരെ പറഞ്ഞു കൊടുക്കും? മാത്രമല്ല, യെച്ചൂരി ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലൊരു ഗവൺമെന്റ് ഉണ്ടാവണമെന്നാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് MP-മാരുടെ എണ്ണം കൂടിയാൽ യെച്ചൂരി ദുർബലനാവും. കാരണം പിണറായി ശക്തനാവും. പിണറായി ശക്തനായാലോ മോഡിയായിട്ട് അന്തർധാര ഉണ്ടാക്കും. നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ, ഞാൻ അന്തർധാര ഉണ്ടാക്കിയില്ലെങ്കിൽ കുടുംബം മാത്രമല്ല അധികമാകത്തേക്ക് പോകും. അതുകൊണ്ടുള്ള അന്തർധാരയുടെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ കോൺഗ്രസിനെ മാത്രം അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ് പറഞ്ഞ എന്തായിരുന്നു അറിയോ? കോൺഗ്രസും അല്ല, ഞങ്ങളും BJP-യും തമ്മിലാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. ഇത് കേട്ട് ചില BJP നേതാക്കൾ വരെ ബോധം കെട്ടുപോയി. കാരണം അവരുടെ പല സ്ഥാനാർത്ഥികളും പഞ്ചായത്തിലേക്ക് പോലും മത്സരിക്കാത്ത കുറെ ആൾക്കാരെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അതൊക്കെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി. അങ്ങനെയുള്ള പാർട്ടി CPM-ന് ബദലാണെന്ന് പിണറായി ഗോവിന്ദൻ മാഷും EP ജയരാജനൊക്കെ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയത് BJP-യുടെ പ്രവർത്തകരാ. അവർ ഞങ്ങൾക്ക് ഇത്രയൊക്കെ ശക്തിയുണ്ടോ? അവർ തന്നെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഏക്കാ സീറ്റ് എന്ന് പറയുന്നതിന്. നമുക്ക് എല്ലാ ഏക്കാ സീറ്റല്ലേ, കോൺഗ്രസിന് UDF-നും. നമുക്ക് ഏതാ B ഗ്രേഡും C ഗ്രേഡും ഉള്ളത്? നമുക്ക് കേരളത്തിനെല്ലാം A ഗ്രേഡ് സീറ്റാണ്. BJP-ക്ക് ആകെ 3 A ഗ്രേഡ് സീറ്റേ ഉള്ളൂ. അവർ തന്നെ പറയുന്നത് തിരുവനന്തപുരം, തൃശ്ശൂർ, പത്തനംതിട്ട. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി വന്നതോട് കൂടിയിട്ട് അത് C ഗ്രേഡിലേക്ക് പോയി. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏറ്റവും ദുർബലമായ BJP-യെ കേരളത്തിൽ എന്തിനാണ് ഇത്ര ശക്തമാക്കാൻ ശ്രമിക്കുന്നതിന്? നിങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസിനെ നശിപ്പിക്കലായി. ഇപ്പൊ കോൺഗ്രസിനെ നശിപ്പിക്കാൻ നോക്കുന്നത് ഇന്ത്യയിൽ BJP മാത്രമല്ല, കേരളത്തിൽ CPM ഉണ്ട് അവരുടെ കൂടെ.
അപ്പം നമ്മളൊരു വോട്ട് UDF ചെയ്യുമ്പോൾ ആ വോട്ട് BJPക്കെതിരായിട്ടുള്ള വോട്ടാണ്, പിണറായിക്കെതിരായിട്ടുള്ള വോട്ട് കൂടിയാണ്. കാരണം രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ. അതുകൊണ്ട് UDF ജയിക്കണം, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും. എന്തുകൊണ്ട് യോഗ്യൻ തന്നെയാണ് രാഹുൽ ഗാന്ധി, നമുക്ക് അഭിമാനത്തോടെ പറയാം. കാരണം കോൺഗ്രസിന്റെ സന്ദേശവുമായി 4000-ൽ പരം കിലോമീറ്റർ പദയാത്ര നടത്തിയ ഇന്ത്യയിലെ ഏക നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി. വേറെ ആർക്കും പിണറായി വിജയന് 10 നടക്കാൻ പറ്റും. കലാപമുള്ള മണിപ്പൂരിലേക്കും കടന്നു ചെന്നില്ലേ രാഹുൽ ഗാന്ധി? ഇവിടെ ഞാനും നിങ്ങളും മാത്രമുള്ള കേരളത്തിലാണ് 42 വണ്ടി പോലീസിന്റെ അകമ്പടിയോടുകൂടെ പിണറായി സഞ്ചരിക്കും. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ തീവ്രവാദികളൊന്നും ഇല്ലല്ലോ. ഇവിടെയാണ് 42 വാഹനം. ശരിക്കുള്ള തീവ്രവാദികളുടെ സ്ഥലത്തേക്ക് ഏകനായി കടന്നുപോയ ചെന്ന വ്യക്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി. ഞാനൊന്ന് ഓർക്കുന്നു, പല അമ്പലങ്ങളിലും പള്ളികളിലും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലൊക്കെ പലരും പ്രാർത്ഥിച്ചതെന്താ അറിയോ? അദ്ദേഹത്തിന് ഒരാപത്തും പറ്റാതെ അദ്ദേഹം തിരിച്ചു വരണമെന്നാണ് പ്രാർത്ഥിച്ചത്. അത്ര വികാരത്തോടു കൂടിയാണ് അവരതിനെ കണ്ടത്. അങ്ങനെയുള്ള വ്യക്തിയല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ ഏറ്റവും യോഗ്യനെന്ന് പറയും. ആ രാഹുൽ ഗാന്ധി ഇന്ത്യ നയിക്കണമെങ്കിൽ, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരണമെങ്കിൽ കേരളത്തിലെ മുഴുവൻ സീറ്റുകളും, ഒരു സീറ്റ് പോലും നമ്മൾ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ UDF നിലനിർത്താൻ വേണ്ടി ശക്തമായിട്ടുള്ള നിലപാടുകൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. അത് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങളുടെ ഈ കഴിഞ്ഞ സിറ്റിംഗ് MP-മാരിൽ ഇപ്പോൾ പ്രധാനൻ മാത്രമാണ് മത്സരിക്കാതിരിക്കുന്നത്. പക്ഷേ ഞങ്ങളൊക്കെ സീറ്റുകൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ അതിൽ പ്രതാപന്റെ കാര്യവും പാക്കേജിന്റെ ഭാഗമാണ്. അതും ഒരു ഗ്യാരണ്ടിയാണ്. ഇപ്പൊ ആർക്കും സാധാരണ ലോകസഭയിൽ എന്തെങ്കിലും കാരണവശാൽ സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ അസംബ്ലിയിൽ പരിഗണിക്കാം എന്നൊക്കെ അങ്ങനെ പരസ്യമായിട്ടൊന്നും പറയുന്നത്, പരിഗണിക്കുകയല്ല, കൊടുത്തിരിക്കും എന്ന് ശക്തമായി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം, പാർട്ടിയിൽ നിന്ന് പലരും ചില സന്ദർഭങ്ങളിൽ വിട്ടുപോയപ്പോഴും പ്രതാപൻ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് നേതൃത്വം എന്ത് പറയുന്നു അത് ഞാൻ അനുസരിക്കുന്നു പറഞ്ഞപ്പോൾ അതിന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അംഗീകാരം കൂടെ നൽകിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി. അപ്പോൾ നമുക്കിതെല്ലാം നടപ്പാക്കണമെങ്കിൽ നല്ല വിജയം നമുക്കുണ്ടാവണം. അതിനെ എല്ലാവരും അരിയും തലയും മുറുക്കി രംഗത്തിറങ്ങും. മണവൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ 1954 എൻ്റെ പിതാവ് ആദ്യമായിട്ടാണ് അന്ന് കോൺഗ്രസ് മണലൂരിൽ ജയിക്കുന്നത്. കാരണം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്നു അതുവരെ മണലൂർ നിയോജകമണ്ഡലം. കൊച്ചി നിയമസഭയിലേക്കും തിരുകൊച്ചിയിലേക്കൊക്കെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചപ്പോഴാണ് അന്ന് നിലമ്പൂര് പിടിച്ചെടുക്കാൻ, അന്ന് മണലൂർ പിടിച്ചെടുക്കാൻ കോൺഗ്രസ് പാർട്ടി അന്ന് ലീഡർ ശ്രീ കെ കരുണാകരനെ ചുമതലപ്പെടുത്തും. അന്ന് KP പ്രഭാകരനായിരുന്നു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കെ കരുണാകരൻ മണലൂരിൽ ആദ്യമായിട്ട് ത്രിവർണ്ണ പതാക അദ്ദേഹം ഉയർത്തിക്കൊടുത്തു. അന്ന് ഞാനൊക്കെ ജനിക്കുന്നതിന് എത്രയോ വർഷം മുമ്പാണ്. ആ മണലൂരിൽ ശ്രീ VM സുധീരൻ ദീർഘകാലം ഇവിടെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. ഞാനും പ്രതാപനും അംഗമായിരുന്ന കേരള നിയമസഭയിൽ PA മാധവനായിരുന്നു ഈ നിയോജകമണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി. വികസന കാര്യങ്ങളിലൊക്കെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ചില സാഹചര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ പാർലമെന്റിൽ നമ്മൾ മണലൂർ ലീഡ് ചെയ്യുക മാത്രമല്ല, അതായത് അടുത്ത അസംബ്ലിയുടെ ചുവടുവെപ്പും കൂടിയാണ്. 10 വർഷം നമുക്ക് നഷ്ടപ്പെട്ട ലീഡർ നേടിത്തന്ന മണലൂർ നമുക്ക് അടുത്ത തവണ തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യം കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതാ ഞാൻ ഒരു വെടിക്ക് 2 പക്ഷി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരിൽ നിന്ന് കിട്ടുന്ന ഭൂരിപക്ഷം അത് നിലനിർത്തി നിയമസഭയിലേക്കും നമുക്ക് ഈ നിയോജകമണ്ഡലം നേടിയെടുക്കുക, ആ ലക്ഷ്യം കൂടിയുണ്ട്. എനിക്കിത് വളരെ സന്തോഷമുള്ള കാര്യം. ഇന്ന് കാലത്ത് മുതൽ ഞാൻ ഈ നിയോജകമണ്ഡലത്തിൻ്റെ
പല പ്രദേശങ്ങളും സന്ദർശിച്ചപ്പോൾ എല്ലായിടത്തും സ്നേഹം നിറഞ്ഞ പെരുമാറ്റമാണ് എനിക്കിന്നുണ്ടായിട്ടുള്ളത്. കാലത്ത് മുതൽ ഈ കൺവെൻഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ പല സ്ഥാപനങ്ങളിലും കടന്നു ചെന്നപ്പോൾ ജാതി മത വ്യത്യാസം കൂടാതെ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും ലഭിച്ചത് നന്ദിയോടുകൂടെ ഞാൻ സ്മരിക്കുക. ജയിക്കാൻ വേണ്ടി പലരും പ്രാർത്ഥിച്ച എത്ര അനുഭവങ്ങൾ കൂടെ എനിക്കിന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് അതെല്ലാം ശക്തമായി നമ്മൾ പ്രചരണം നടത്തണം, ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തണം, നമ്മുടെ പാർട്ടിയുടെ സന്ദേശങ്ങൾ എല്ലായിടത്തും എത്തിക്കണം. ഞാൻ പറയാം, ഒട്ടും സമയം വൈകിട്ടൊന്നുമില്ല. അവിടെ ചെല്ലു പറഞ്ഞു നമ്മൾ അല്പം വൈകിപ്പോയി. ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ ഡേറ്റ് എന്താണെന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. കാരണം സാധാരണ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുമ്പോഴാണല്ലോ നമ്മൾ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങുക. ഇത്തവണ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞു, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന അന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ കോൺഗ്രസും UDFും പ്രഖ്യാപിച്ചു. ആദ്യം കേരള കോൺഗ്രസ്സാണ് പ്രഖ്യാപിച്ചത് UDFിൽ. ഇപ്പോൾ എല്ലാവരും പ്രഖ്യാപിച്ച് 20 പേരും രംഗത്ത് വന്നു. പക്ഷേ കഴിഞ്ഞ തവണ ഞാനൊക്കെ വടകര ചെല്ലുമ്പോഴേക്കും P. ജയരാജൻ 2 റൗണ്ട് കഴിഞ്ഞതാണ്. പിന്നെയാണ് ഞാൻ എത്തി. പക്ഷേ 2 റൗണ്ട് പ്രചരണം പൂർത്തിയാക്കിയ ജയരാജനെ ഞാൻ 84,600 വോട്ടിനാണ് തോൽപ്പിച്ചു. അതുകൊണ്ട് ഇത്തവണയൊന്നും ഒട്ടും വൈകിട്ടില്ല. പക്ഷേ നന്നായി പ്രവർത്തിക്കുക, നമ്മുടെ സന്ദേശം ജനങ്ങളിലെത്തിക്കുക. 2 പേരെയാണ് നേരിടാനുള്ളത്. ഒന്ന് BJP നമ്മുടെ അഖിലേന്ത്യാ തലത്തിൽ നമ്മുടെ ശത്രുപക്ഷത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ്. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ആ BJPക്കാരൻ്റെ ദൗത്യം കേരളത്തിൽ ഏറ്റെടുത്തത്. അപ്പോൾ A ടീമിനെയും B ടീമിനെയും തോൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ നമ്മളൊക്കെ വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് BJP 3ാം സ്ഥാനത്ത് പോകണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷത്തിന് നമ്മൾ തോൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. BJP ജയിച്ചാലും കുഴപ്പമില്ല എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ നയമെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള നയമാണ്. BJPയെ 3ാം സ്ഥാനത്തേക്ക് വിടണമെന്ന് പറയാൻ കാരണം ഇനി 1ാം സ്ഥാനത്തേക്കുള്ള മോഹം അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനൊറ്റക്കെട്ടായി പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകൾ തുടർന്നും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. ദീർഘിപ്പിക്കുന്നില്ല. അടുത്തതായി മണലൂരിന് വരാൻ പോകുന്ന പ്രതാപത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് TM പ്രതാപന് ചെറിയ വാക്കുകളിലൂടെ